അമ്മ കണ്ണൂർക്കമ്മ അമ്മ അയ്യോ മാഡം മാഡം നോക്കി മാഡം അയ്യോ അമ്മേ മാഡം ഒന്ന് എഴുന്നേറ്റ് അമ്മ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ ഇവിടുത്തെ കാറിന്റെ ചാവല്ലോ നോക്കട്ടെ. അമ്മേ മാഡം കണ്ണൂർക്ക് അമ്മ എഴുന്നേക്ക് മാഡം ചോരയുണ്ടല്ലോ. മോളിക്കുട്ടി ചാവി നോക്കിട്ട് കാര്യമില്ല, നമുക്ക് ഓട്ടോയിൽ കൊണ്ടുപോവാ. നീ വേഗം കൊണ്ടുപോവാ. അമ്മേ 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 മോളിക്കുട്ടി അമ്മേ മോളിക്കുട്ടി പിടിച്ചേ അതൊക്കെ എന്താ സംഭവിച്ചേ? സ്റ്റെപ്പിൽ നിന്ന് വീടായിരുന്നു. എന്തെങ്കിലും വഴക്കോ മറ്റോ? അയ്യോ അതൊന്നും അല്ല ഡോക്ടറെ. ഓക്കെ, ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. ബ്ലഡ് വേണ്ടി വരും. അറേഞ്ച് ചെയ്യാലോ അല്ലേ? അറേഞ്ച് ചെയ്യാം ഡോക്ടർ. ശരി, എങ്കിൽ നിങ്ങളൊന്ന് പുറത്തേക്ക്. എന്തായാലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല. അവരുടെ പെരുമാറ്റം അനുസരിച്ച് നമ്മള് സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. ആട്ടിയിറക്കിയതല്ലേ. എന്റെ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഒരാൾക്ക് വയ്യാതാവുമ്പോ നമ്മളെ കണക്ക് നോക്കിട്ടാണോ ഇടപെടുക? കൈയെടുക്കടോ. കൈയെടുക്കാനാ പറഞ്ഞേ. തന്നെ പോലുള്ളവന്മാർക്കേ ഇങ്ങനെ ചില അസുഖങ്ങളുള്ളതാ. ഞാൻ തെറ്റായ ഉദ്ദേശത്തെ പിടിച്ചല്ല, വേദന സഹിക്കാൻ വയ്യാത്തോണ്ട് പിടിച്ചു പോയാ. ആക്സിഡന്റ് ആണെന്നല്ലേ പറഞ്ഞേ? സത്യത്തിൽ ആക്സിഡന്റ് തന്നെയാണോ? അതോ ഇതുപോലെ വല്ല വേലത്തരം കാണിച്ചിട്ട് ആൾക്കാർ തല്ലിയതാണോ? അല്ലല്ല, ഇത് ആക്സിഡന്റാ. സത്യമായിട്ടും ആക്സിഡന്റാ. ഞാനേ നല്ല ആളാ, നല്ല മനുഷ്യനാ, സത്യം. ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, കിടന്നു. സിസ്റ്ററാണ് എടുക്കുന്ന. സിസ്റ്ററിനെ കണ്ടാലറിയാം വേദന എടുക്കൂലെന്ന്. എനിക്കാതെ നിനക്ക് വച്ചിട്ടുണ്ടടി. അതാരേ ഈ ഗാഥ? എന്തോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. കുറെ കാലമായിട്ട് ഞാൻ എന്റെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതും മുറിവുകൾ വച്ച് കെട്ടുന്നതും ഒക്കെ ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. പക്ഷെ ചാവുന്നതിന് മുമ്പ് ഞാൻ ഇത് തെളിയിക്കും. നിങ്ങൾക്കറിയാമോ, ശരിക്കും ഗാഥ ഒന്നല്ല, രണ്ടാ. രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാ. ഒരു കഥ ഇവിടെ കാണുമ്പോ വേറൊരു കഥ മറ്റൊരിടത്ത് കാണും. ഇത് രണ്ടും കണ്ടിട്ടുള്ള ആളാ ഞാൻ. ആക്സിഡന്റിൽ തലയ്ക്കാണ് പരിക്കെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് ഇത് പറഞ്ഞാ എന്റെ തലയ്ക്ക് എന്തേലും കുഴപ്പമുണ്ടെന്ന് അവര് പറയും. ഇപ്പൊ എന്തേ നിങ്ങളും പറഞ്ഞു. തനിക്കൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. എന്റെ മമ്മിക്ക് എന്താ പറ്റിയേ? ചോദിച്ചത് കേട്ടില്ലേ? മാഡം വീട്ടിലെ സ്റ്റെയർ കേസിൽ തട്ടി വീണതാ. എന്റെ മമ്മി വീണപ്പോ നീ എങ്ങനെയാടി എവിടെ എത്തിയത്? ആരാ മമ്മിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ? അത് ഞാനും അമ്മയും മോളിക്കുട്ടിയും കൂടെ ചേർന്നാ. സത്യം പറ, ആരുമില്ലാത്ത സമയം നോക്കി എന്റെ മമ്മിയുടെ അടുത്തേക്ക് നിങ്ങൾ മൂന്നും കൂടി എന്തിനാ വന്നേ? നിങ്ങൾ എന്താ എന്റെ മമ്മിയെ ചെയ്തേ? ഗാഥ, ഞാൻ പറയുന്നതൊന്നും കേക്ക്. മേഡത്തിന് ആരും ഒന്നും ചെയ്തതല്ല, മേഡം തനിയെ വീണതാ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിന്നോടൊന്നും ഒരിക്കലും അങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ വലിഞ്ഞു കയറി വന്നേ? നിങ്ങൾ തന്നെ എന്റെ മമ്മിയെ ഉപദ്രവിച്ചേ. ഗാഥ, ഞാൻ പറയുന്നതൊന്നും കേക്ക്. ഞങ്ങളിപ്പോ ഇവിടെ സിറ്റി ഹോസ്പിറ്റലാ ഉള്ളത്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്റെ മമ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചത് നിങ്ങൾ കാരണമാണെങ്കിലേ ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. അതെന്താന്ന് വെച്ച് ചെയ്യും. ആദ്യം ഇങ്ങോട്ട് വരാൻ നോക്ക്. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഒരു സംശയം വേണ്ട.
മമ്മി അവരെല്ലാവരും ചേർന്ന് ആക്രമിച്ചത് തന്നെയാ. അങ്ങനെയൊന്നും ആയിരിക്കില്ല മാഡം. മിണ്ടിപ്പോരുത്. അവളെ ന്യായീകരിക്കാൻ എന്റെ മുന്നിൽ വെച്ച് ശ്രമിക്കണ്ട. സിനി ചേച്ചിയുടെ കൂടെ ഗാഥയുണ്ട്. നമ്മള് മേഡത്തെ എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ അവളെ സംസാരിക്കുന്നത്. അവരുടെ വായിന്ന് അതൊക്കെയല്ലേ വരൂ. നമ്മളത് കാര്യമാക്കണ്ട. ഇനിയിപ്പോ വന്നിട്ട് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നേ. അമ്മ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. ആ അതെ, നമുക്ക് ആ കാഷ്വാലിറ്റിയുടെ അങ്ങോട്ട് പോവാം. നടക്ക. വാ മോളിക്കുട്ടി. ഈ നിൽക്കുന്ന ഗാഥ വേറൊരു ഗാഥയെ ഫോൺ വിളിച്ചു. ഈ ഗാഥ ഇവിടെ നിൽക്കുമ്പോ തന്നെ അടുത്ത ഗാഥ ഇങ്ങോട്ട് വരുന്നു. എടാ ഉദയാ, നിന്റെ സമയം തെളിഞ്ഞതാ. ഇടയ്ക്ക് എത്രമാത്രം ആടിക്കൊണ്ടടാ നീ ഇതിനു വേണ്ടിയിട്ട്. ഇതാണ് നിന്റെ സമയം. ഇതാണ് സമയം. വേദനയുണ്ടോ? എന്നെ ഇവിടെ ആരോ കൊണ്ടുവന്ന? ഞാനവരിപ്പോ വിളിക്കാം.